പാലക്കാട്ടെ RTO ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും റെയ്ഡ് നടത്തി 5 ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി 1,77,000 രൂപ പിടികൂടുകയും ചെയ്തു. വാളയാർ, ഗോവിന്ദാപുരം, ഗോപാലപുരം, നടുപുണി ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപും ഈ പറഞ്ഞതുപോലെ പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നടക്കം 4 ഇടങ്ങളിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഈ 4 ഇടങ്ങളിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണവും പിടികൂടിയിരുന്നു. വീണ്ടും വിജിലൻസിന്റെ മിന്നൽ റെയ്ഡ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്ര ലക്ഷമാണ് കണക്കിൽപ്പെടാതെ പിടികൂടിയത്? വിജിലൻസ് കടുപ്പിക്കുകയാണല്ലേ? കഴിഞ്ഞ ദിവസം വിജിലൻസ് പിടികൂടുകയും 13 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും RTO ചെക്ക് പോസ്റ്റുകളിൽ അഴിമതിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ പരിശോധന ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസവും പരിശോധന നടന്നിരുന്നു. അങ്ങനെ 1.5 ലക്ഷം രൂപ അവിടെ നിന്നും ഈ 5 ചെക്ക് പോസ്റ്റുകളിൽ നിന്നും വിജിലൻസ് പിടിച്ചെടുത്തതാണ്. എന്നിട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രിയും വിജിലൻസ് SP ശശിധരൻ, DYSP ഷംസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൽ വാളയാറിൽ 2 ചെക്ക് പോസ്റ്റുകൾ, അതിന് പുറമെ ഗോവിന്ദാപുരം, ഗോപാലപുരം, മീനാക്ഷിപുരമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷേ ഇത്തവണ അവർ നടുപുണി ചെക്ക് പോസ്റ്റിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് മാത്രം 1 ലക്ഷത്തിലേറെ രൂപ പിടിച്ചെടുത്തു എന്നുള്ളതാണ് നിൽക്കുന്നത്. വാളയാർ ഇൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1,27,490 രൂപയും ഔട്ടർ ചെക്ക് പോസ്റ്റിൽ നിന്ന് 10,500 രൂപയുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ഗോപാലപുരത്ത് നിന്ന് 21,110 രൂപ, ഗോവിന്ദാപുരത്ത് നിന്ന് 10,550 രൂപ, നട്പുണിയിൽ നിന്ന് 7,840 രൂപയും പിടിച്ചെടുത്തു എന്നുള്ളതാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. ഇത് എന്ത് നടപടി ഉണ്ടായാലും അവിടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ RTO ഉദ്യോഗസ്ഥർ അഴിമതി അല്ലെങ്കിൽ മാമൂൽ കിട്ടാതെ വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ള സ്ഥിതിയാണ് എന്നുള്ളതാണ്. ഈ ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന് ശേഷവും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. എന്നിട്ടും അവർ പണം വാങ്ങുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിജിലൻസ് SP തന്നെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. ഇതിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭേദഗതി മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളുള്ളൂ, RTO ചെക്ക് പോസ്റ്റുകളുള്ളൂ. അത് ഒഴിവാക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇത് ആകണം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഈ ഒരു പിടിച്ചെടുക്കുന്ന പണം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഒതുങ്ങുന്നതല്ല, ഇത് മുകൾ തട്ടിലേക്ക് കൂടി പോകുന്നുണ്ട്. അതുകൊണ്ടുകൂടി അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പിരിവ്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഒരു ഉദ്യോഗസ്ഥരും സാധാരണഗതിയിൽ കാണാറില്ല. കാരണം ഒരു പരിശോധന നടത്തി തൊട്ടടുത്ത ദിവസവും വിജിലൻസിന്റെ ഒരു നടപടിയെയും ഭയക്കാതെ ഒരു പേടിയും കൂടാതെ വീണ്ടും പണം പിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നടത്തിയ പരിശോധന. ഇന്നലെ 11 മണി മുതൽ ഇന്ന് പുലർച്ചെ 3 മണി വരെയാണ് 5 സംഘങ്ങളായി പരിശോധന നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും വിജിലൻസ് പരിശോധന ശക്തമാക്കും. എന്തായാലും കാണാം കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ പ്രസാദ്, അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പോലും ഈ 1.5 ലക്ഷത്തിലധികം രൂപ മോട്ടോർ വാഹന വകുപ്പിന്റെ 4 ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വിജിലൻസ് പിടികൂടിയതാണ്. തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ പരിശോധന നടക്കുമ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി അധികം തുകയൊക്കെ പിടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ അവരുടെ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്ത് ചെയ്തിട്ടും എന്ത് പരിശോധന നടത്തിയിട്ടും കാര്യമില്ല, നമ്മൾ കാശ് വാങ്ങാതെ ഒന്നും നടത്തില്ല എന്നൊക്കെ വെളിവാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പുറത്തു വരുന്നത്. ശരി, വിജിലൻസ് എന്താണെങ്കിലും കടുപ്പിച്ച് തന്നെ ഉദ്യോഗസ്ഥർ നന്നാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.